ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, കർത്താവിൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളാണ്. വിത്തുകളെ പ്രതി പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിന്ത, ദൈവമാതാവിൻ്റെ ഈ ചിത്രം നമ്മളെപ്പോൾ കണ്ടാലും യേശുകുഞ്ഞിൻ്റെ രൂപം അതോട് ചേർന്നുണ്ടാവും. ക്രിസ്തുവിനെ കൂടാതെ ദൈവമാതാവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാവണം ഈ കുഞ്ഞായിരിക്കുന്ന യേശുവിനെ പരിശുദ്ധ ദൈവമാതാവ് വളർത്തി വലുതാക്കിയത്. നമ്മുടെ അമ്മമാരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാവണം ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത്. അവർക്ക് ഒരു രുള ചോറ് വാരി കൊടുക്കണമെങ്കിൽ ഈ അമ്മമാരൊക്കെ എന്തുമാത്രം കഥകൾ പറയണം. എനിക്കൊരു കുഞ്ഞ് അനുജത്തിയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അവൾ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടാണ് അവളുടെ വായിൽ ഓരോ ഉരുള ചോറ് വെച്ച് കൊടുത്തതും. അതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മ എന്തുമാത്രം കഥകൾ പറഞ്ഞിട്ടാവണം യേശുവിനെ വളർത്തി വലുതാക്കിയത്. തീർച്ചയായിട്ടും പരിശുദ്ധ ദൈവമാതാവ് ഒരുപാട് ഉണ്ടാവണമെന്ന് നമുക്ക് ചിന്തിക്കാം. യേശു തമ്പുരാന് വളർന്ന് വലുതായി ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. ഞാൻ വിചാരിക്കുന്നു കർത്താവിന് ഈ ഉപമകളെക്കുറിച്ചുള്ള വിചാരം കിട്ടിയത് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്നാവണം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ പെരുന്നാൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒന്നാമത്തെ ചിന്ത, നല്ല മക്കളുണ്ടാകണമെങ്കിൽ നല്ല അമ്മമാരുണ്ടാവണം, നല്ല മാതാപിതാക്കൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിട്ട് മാറുകയുള്ളൂ. ഇന്നത്തെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ മക്കൾക്ക് എന്ത് സമ്മാനം കൊടുക്കണമെന്ന് അവർക്ക് അറിയില്ല. ഒരു കൺഫ്യൂഷനാണ്. എന്നെ കൊടുക്കണമെന്ന് അവർക്കൊരു കൺഫ്യൂഷനാണ്. എന്നാൽ സുപ്രധാനമായിട്ട് അവർക്ക് ദൈവത്തെ കൊടുത്തുവെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ എന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ 3 നോമ്പും അതേ തുടർന്ന് വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാനുള്ളത് ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. യോനയുടെ ജീവിതമൊക്കെ പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടതും ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതും. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തമ്പുരാന്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളാണിത്. ഈ നിമിഷങ്ങളെക്കുറിച്ച് പിതാക്കന്മാരും വേദപണ്ഡിതന്മാരും പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഭാഗത്തെ വിവരിക്കുന്നത് ദ പെർഫെക്റ്റ് ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ പൂർണ്ണതയുള്ള മരണമെന്ന് അവരിതിനെ വിവരിക്കുകയാണ്. യേശു തമ്പുരാന്റെ മരണത്തിന് വേദപണ്ഡിതന്മാർ കൊടുക്കുന്ന വിശേഷണം ഇത് പൂർണ്ണതയുള്ള മരണമാണ്. പരിശുദ്ധ ദൈവമാതാവ് കഥകൾ പറഞ്ഞ് വളർത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് വേദപണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് പൂർണ്ണതയുള്ള മരണമാണ്. നല്ല അന്ത്യത്തിന്, ഉത്തമമായ അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ അവസാനത്തിന്, അന്ത്യത്തിന്, ഈ ലോകത്തിലെ ജീവിതത്തിൽ, ശാരീരികപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ക്രിസ്തു മാറ്റപ്പെടുമ്പോൾ ആ ജീവിതത്തിന്, ആ അന്ത്യത്തിന് പൂർണ്ണതയുണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2 ജീവിതങ്ങളെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട്
ഏറെ വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിനൊക്കെ ഒരുപാട് കാലം മുമ്പ് ഒരു യുവാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം ഏകദേശം 10-30 വയസ്സായപ്പം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ലോകം പറഞ്ഞത് ലോകത്തെ മുഴുവനും കീഴടക്കിയ മനുഷ്യനാണിത്. മറ്റാരുമല്ല, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തെക്കുറിച്ച് ലോകം ഇന്നും വിശേഷിപ്പിക്കുന്നത് ലോകത്തെ മുഴുവനും കീഴടക്കിയ മഹാനായ മനുഷ്യനെന്ന. എന്നാൽ അതിനുശേഷം മറ്റൊരു യുവാവ് വരുന്നുണ്ട്. ആ യുവാവിനെ കുറിച്ച് ലോകം പറയുന്നത് ഇവിടുന്ന് പോയപ്പോഴ് ഒന്നും നേടാതെ പോയ ഒരു മനുഷ്യനെന്ന് ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ കണ്ണില് ആ മനുഷ്യൻ ഒന്നും നേടിയിട്ടില്ല. ആദ്യത്തേത് അലക്സാണ്ടർ ചക്രവർത്തി ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് ക്രിസ്തുവാണ്. ആ 33.5 വയസ്സുകാരൻ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ ഒന്നും നേടിയിട്ടില്ല. അതേ സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തെ മുഴുവനും കീഴടക്കി. എന്താണ് ഈ ജീവിതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷത്തിൽ പറയുകയാണ്, എൻ്റെ 2 കൈകളും ശവപ്പെട്ടിയുടെ വെളിയിലേക്ക് ഇങ്ങനെ ഇട്ടേക്കണം. കാരണം ലോകം കാണണം, എല്ലാം നേടിയെന്ന് പറയുന്ന അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന ഈ ലോകം കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ അന്ത്യനിമിഷം, ആ മരണം നമ്മൾ ഓർത്തു നോക്കിയേ. യേശു തമ്പുരാനും അലക്സാണ്ടറിനെ പോലെ ഈ 2 കൈകളും വിരിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നിവൃത്തിയായി, സകലവും പൂർത്തിയായി എന്നാണ് യേശു തമ്പുരാൻ പറയുന്നത്. ലോകത്തിന്റെ കണ്ണിൽ എല്ലാം നേടിയ ഒരു മനുഷ്യൻ പറയുന്നു, ഞാനൊന്നും നേടിയിട്ടില്ല. എന്നാൽ ലോകത്തിന്റെ കണ്ണിൽ ഒന്നും നേടാത്ത നമ്മുടെ അരുമനാഥൻ പറയുന്നു, സകലതും പൂർത്തിയായി, സകലതും നിവൃത്തിയായി. പൂർണ്ണമാക്കപ്പെട്ട ഒരു ജീവിതം, പൂർണ്ണമാക്കപ്പെട്ട ഒരു അന്ത്യം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ്? യേശു തമ്പുരാന്റെ ജീവിതത്തിലെ 4 പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാം. യേശു തമ്പുരാന്റെ ജീവിതം നമ്മളൊന്ന് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യേശു തമ്പുരാൻ തന്റെ സ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഈ വിശുദ്ധ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ആ സംഭവമൊക്കെ നമുക്കറിയാം. അവിടെ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. സ്ലീഹന്മാരോട് പറയുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് എന്തുമാത്രം ബോധവാനായിരുന്നു യേശു തമ്പുരാൻ. അന്യന്റെ ജീവിതത്തെക്കുറിച്ച് യേശു തമ്പുരാന് വിചാരമുണ്ടായിരുന്നു. ആ വിചാരം നമുക്കുണ്ടോ? മറ്റുള്ളവന്റെ ജീവിതത്തെക്കുറിച്ച് യേശു തമ്പുരാൻ ഏറെ വിചാരിച്ചിരുന്നു. നമുക്ക് ആ വിചാരമുണ്ടോ? യേശു തമ്പുരാന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഹി ഓൾവേസ് കെയർഡ് ഫോർ അതേഴ്സ്. അവൻ മറ്റുള്ളവന് വേണ്ടി എപ്പോഴും കരുതിയിരുന്നു. യേശു തമ്പുരാന്റെ ജീവിതത്തിന്റെ ഈ പ്രത്യേകത നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകണമെങ്കിൽ യേശു തമ്പുരാൻ നികുതി അടയ്ക്കുന്നുണ്ടോ എന്ന് പരീശന്മാര് ചോദിക്കുമ്പോൾ സ്ലീഹന്മാര് പറയുന്നുണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവ് സ്ലീഹന്മാരോട് പറയുന്നുണ്ട്, യോഹന്നാനോട് പറയുന്നുണ്ട്, നീ നികുതി അടയ്ക്കണം. പത്രോസിനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ മീൻ പിടിക്കണം, മീൻ പിടിക്കുമ്പോൾ മീൻ്റെ വായിൽ നിന്ന് ഒരു ദ്രഹ്മപണം കിട്ടും, അത് നീ നികുതി അടയ്ക്കണം. എങ്ങനെ നികുതി അടയ്ക്കുവാനാണ് യേശു തമ്പുരാൻ പറയുന്നത്? എനിക്കും നിനക്കും വേണ്ടി നികുതി അടയ്ക്കണം. ടാക്സ് കളക്ടേഴ്സ് വന്ന് ക്രിസ്തുവിനോട് പറയുന്നത്, അല്ലെങ്കിൽ സ്ലീഹന്മാരോട് പറയുന്നത്, നിങ്ങളുടെ ഗുരു നികുതി അടയ്ക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. പത്രോസിനോട് ആരും നികുതി അടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിനറിയാം എൻ്റെ കൂടെ നടക്കുന്നവനാ, അവന് നികുതി അടയ്ക്കുവാനുള്ള വക കാണില്ല എന്ന് അറിഞ്ഞ് അവനോട് ചോദിക്കുക പോലും ചെയ്യാതെ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറയുന്ന വാക്കാണ്, നീ എനിക്കും നിനക്കും വേണ്ടി നികുതി അടയ്ക്കണം. മറ്റുള്ളവന്റെ പ്രയാസങ്ങളെ കാണുവാനും ആ പ്രയാസങ്ങളെ കണ്ട് ഒന്ന് ഇടപെടുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? 18-ാം തീയതി മുതൽ 3 നോമ്പ് തുടങ്ങുന്നു. നോമ്പിന്റെ അനുഗ്രഹീത ദിവസങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ഈ നോമ്പ് ആചരിക്കുമ്പോൾ മറ്റുള്ളവന്റെ വിശപ്പിനെ കാണുവാൻ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടോ?
പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെ ഒന്ന് കരുതുവാൻ, ഒന്ന് താങ്ങുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണിത്. മറ്റുള്ളവന് വേണ്ടി കരുതുവാൻ ക്രിസ്തു എന്നും താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ നമുക്കിത് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാന് ഈ ജീവിതശൈലി സ്വായത്തമാക്കിയത് പരിശുദ്ധ ദൈവമാതാവിൽ നിന്നാണ്. കാരണം കാനാവിലെ കല്യാണത്തിന് അമ്മ പോയപ്പോഴും അമ്മ അവിടുത്തെ കുറവിനെ കുറിച്ച് ബോധവതിയായിരുന്നു. അതിനുശേഷം മകനോട് വിളിച്ചു പറയുന്നുണ്ട്, അവർക്കൊരു കുറവുണ്ട്, അത് പരിഹരിച്ചു കൊടുക്കണം. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരുന്നു യേശുവും യേശുവിൻ്റെ അമ്മയും. നമുക്ക് ഈ കാഴ്ചപ്പാടുണ്ടോ? കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവരെ സഹായിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞത് അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരെ സഹായിക്കുവാനായിട്ട്, അവർക്കൊരു താങ്ങായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ അയൽക്കാരെ, അവരെ ഒന്ന് താങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാൻ എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തത്? അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. യേശു എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമുക്കാരെയും കെയർ ചെയ്യുവാനും കരുതുവാനും ഒന്നും സാധിക്കാതെ പോകുന്നത്. യേശു തമ്പുരാൻ ഏവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. ആര് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നാലും അവരെയൊക്കെ സൗഖ്യമാക്കിയതിൻ്റെ ഒക്കെ ഉദ്ദേശം ക്രിസ്തുവിന് ജനങ്ങളോട്, മനുഷ്യരോട് സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തെ പിൻപറ്റി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാൻ പത്രോസിനോട് ചോദിച്ച ചോദ്യമാണ്, ബർയോന ശീമോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 തവണ ചോദിക്കുന്നുണ്ട്. 3 തവണയും പത്രോസ് പറയുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3-ാമത് ചോദിക്കുമ്പോൾ പത്രോസിന് അഗാധമായ വിഷമം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പത്രോസിനോട് ദൈവം ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മളോടാണെങ്കിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്തിനു വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് 2-മതൊരു ചോദ്യം കൂടി ചോദിക്കും, നീ എന്തിനു വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നത്? ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തിട്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? പലപ്പോഴും നമ്മുടെ സ്നേഹം ഇങ്ങനെയല്ലേ? സ്വാർത്ഥതയുടെ സ്നേഹമാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ മറ്റാളുകളെ സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യമൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാണിത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കസന്തസാക്കിസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം നോവലാക്കിയപ്പോൾ അസീസിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്, ദൈവമേ, നിന്നേക്കാൾ അധികമായിട്ട് ഞാൻ സ്വർഗത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്വർഗത്തെ മോഹിച്ചിട്ടാകണമെങ്കിൽ ആ സ്വർഗത്തിൽ നീ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ നീ വിടണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും സ്വർഗത്തെ മോഹിച്ചിട്ടാണ് പലപ്പോഴും പല ആളുകളും ദൈവത്തെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ ആഗ്രഹിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. നിസ്വാർത്ഥപരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയതിൻ്റെ കാര്യം തമ്പുരാൻ ഏവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നുവെന്ന. ഇന്ന് നമ്മുടെ ഈ സ്നേഹം വെറും പ്രകടനങ്ങളായിട്ട് മാറുകയാണ്. ചില നിയമങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ സ്നേഹത്തെ ഉപയോഗിക്കുക. നമുക്ക് എവർക്കും സുപരിചിതമായ ഒരു പുരാണ കഥയുണ്ട്, പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ. ആ കഥയിൽ 12 മക്കളുണ്ട്. ഈ 12 മക്കളിൽ 1-മത്തെ മകനെ എടുത്തു വളർത്തുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളുകളാണ്. അവനൊരു ഇല്ലത്താണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അവന് ലഭിച്ചിരുന്നു. എന്നാൽ നടുക്കത്തെ ഒരു മകനുണ്ട്, അവൻ്റെ പേര് പാക്കനാരെന്ന്. പാക്കനാരെ എടുത്തു വളർത്തുന്നത് ഏറ്റവും സാധുവായ ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ ആയിരുന്നു പാക്കനാരൻ്റെ ഏക സമ്പത്ത്. എന്നാൽ
പാക്കനാര് ഇടയ്ക്കിടയ്ക്ക് ജ്യേഷ്ഠനെ കാണുവാനായിട്ട് ജ്യേഷ്ഠന്റെ ഇല്ലത്തിലേക്ക് കടന്നു വരും. കടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. കാരണം ഇല്ലത്തിൻ്റെ നിയമമനുസരിച്ച് ഇല്ലത്ത് വരുന്നവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് പാക്കനാര് ജ്യേഷ്ഠനെ കാണുവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ഒന്നാമത്തെ ഉദ്ദേശം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. രണ്ടാമത്തെ ഉദ്ദേശം ജ്യേഷ്ഠനെ കാണാം, സ്നേഹം പങ്കിടാം. ജ്യേഷ്ഠനോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു പാക്കനാർക്ക്. എന്നാൽ ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് പാക്കനാറിനെ അത്ര തൃപ്തിയല്ല. കാരണം നമ്മുടെ ഇടയിൽ ചില ആളുകളില്ലേ, അവരുടെ ഒരു സ്വഭാവമുണ്ട്. അതിങ്ങനെയാണ്, നമുക്കിത്തിരി പണവും സമ്പത്തും ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ പൈസ ഇല്ലാത്തവരോട് നമുക്കൊരു പുച്ഛമാണ്. അല്ലെങ്കിൽ അവരെൻ്റെ സഹോദരനാണ്, സഹോദരങ്ങളാണ് എന്ന് പറയുവാനായിട്ട് നമുക്കത്ര ധൈര്യമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. ഇതുതന്നെയാണ് പാക്കനാറിൻ്റെ ജ്യേഷ്ഠത്തി അമ്മയുടെ പ്രശ്നം. പാക്കനാര് സാധു കുടുംബത്തിൽ നിന്നുള്ളവനായതുകൊണ്ട് അവനോട് അത്ര താല്പര്യമില്ല, അവനെ വീട്ടിൽ കയറ്റാനൊന്നും അത്ര താല്പര്യമില്ല. എന്നാലും ഇല്ലത്തിൻ്റെ നിയമം സംരക്ഷിക്കുവാൻ വേണ്ടി അവന് ഭക്ഷണം കൊടുക്കുന്നത് പതിവാണ്. ഒരു ദിവസം പാക്കനാര് ജ്യേഷ്ഠൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ജ്യേഷ്ഠത്തി അമ്മ അവനോട് പറഞ്ഞു, പിന്നാമ്പുറത്തേക്ക് വാ, നിനക്ക് ഭക്ഷണം പിന്നാമ്പുറത്താണ്. പിന്നാമ്പുറത്ത് അവൻ പോയിരുന്നു. ജ്യേഷ്ഠത്തി അമ്മ വേലക്കാരോട് പറഞ്ഞു, അവന് വേണ്ടതൊക്കെ വിളമ്പിക്കൊടുക്കും. വേലക്കാർ വന്ന് പാക്കനാർക്ക് വേണ്ടത്രയും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവനത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, എൻ്റെ വയറ് വിശക്കുന്നു, എനിക്കിനിയും വേണം. ജ്യേഷ്ഠത്തി അമ്മ വീണ്ടും വേലക്കാരോട് പറയുന്നുണ്ട്, അവർ വീണ്ടും ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊരു 3-4 തവണ ആവർത്തിച്ചു. വീണ്ടും പറയുകയാണ്, എനിക്ക് വിശക്കുന്നു. ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് ദേഷ്യം വന്നു. കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇല്ലത്ത് വന്ന് ഭക്ഷണം ചോദിക്കുന്നവർക്ക് വേണ്ടത്രയും ഭക്ഷണം കൊടുക്കണം. ജ്യേഷ്ഠത്തി അമ്മ വേലക്കാരോട് ഭയങ്കര ശബ്ദത്തിൽ പറഞ്ഞു, ഇന്നിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയോ അത് മുഴുവൻ എടുത്തോണ്ട് വാ. അവർ വലിയൊരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് പാക്കനാറിൻ്റെ മുമ്പിൽ വെച്ചു. പാക്കനാര് അത് നിഷ്പ്രയാസം കഴിച്ചിട്ട് പറയുകയാണ്, എൻ്റെ വയറ് വിശക്കുന്നു, എനിക്കിനിയും ഭക്ഷണം വേണം. ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് മനസ്സിലായി, ഇനി ഇവിടെ ഒന്നുമില്ല. വേഗം ആളെ വിളിപ്പിച്ച ജ്യേഷ്ഠനെ വിളിച്ചു വരുത്തി. പുള്ളി എവിടോ വയലിൽ എവിടോ പോയേക്കുകയാണ്. അയാളെ വിളിച്ചു വരുത്തി. അദ്ദേഹം വന്നു. പാക്കനാരെ കണ്ട് ചോദിച്ചു, എന്നാടാ പ്രശ്നം? പാക്കനാര് പറഞ്ഞു, എൻ്റെ വയറ് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ജ്യേഷ്ഠന് ആ വലിയ പാത്രത്തിലേക്കൊന്ന് നോക്കി. അതിനകത്ത് 1 മണി ചോറ് കിടപ്പുണ്ട്. ജ്യേഷ്ഠൻ അത് കൈകൊണ്ടെടുത്തിട്ട് പാക്കനാരുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ ചവച്ച് അരച്ചിറക്ക്. ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാക്കനാര് പറഞ്ഞ മറുപടിയാ, മതി, ഇത്ര മതി, എനിക്ക് തൃപ്തിയായി. സ്നേഹമില്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഇതുപോലെയാ. സ്നേഹമില്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ പ്രകടനങ്ങളും ഇതുപോലെയാ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പനെ അമ്മയും സ്നേഹിക്കുന്നത് സ്വത്തിന് വേണ്ടിയാ. സ്വത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും അമ്മയും നമ്മുടെ സമൂഹത്തിന് വേണ്ട. സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയാ. എന്തിനു പറയണം, ദൈവത്തെ പോലെ നമ്മൾ സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാ, അനുഗ്രഹങ്ങളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. ദൈവത്തെ സ്നേഹിക്കേണ്ടത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. സ്വർഗത്തെ മോഹിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ പാടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ ജീവിതം ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്ന ചിന്ത അതാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന ക്രിസ്തുവിന്റെ ഭാവത്തെയാണ് ഇവിടെ സുവിശേഷകൻ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവന് വേണ്ടി കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുവാൻ അത്ര ശക്തിയുള്ള ഒരു ഗുണവിശേഷമാണ് സ്നേഹം. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ, ഈ സ്നേഹത്തെ ഒന്ന് സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവനെ ഒന്ന് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു.
ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു സംഭവമാണ്. തിരുവല്ലയ്ക്കടുത്ത് ഒരിക്കലൊരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റിൽ ഒരു മധ്യവയസ്കൻ മരിക്കുകയും ചെയ്തു. അതിനോട് അനുബന്ധിച്ച് അറിയാൻ കഴിഞ്ഞ ഒരു സംഭവമാണ്. ഈ മനുഷ്യൻ മരിച്ച് ആക്സിഡന്റിൽപ്പെട്ട് അവിടെ കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എല്ലാവർക്കും തിരക്കല്ലേ, മറ്റുള്ളവന്റെ കാര്യത്തിൽ ഇടപെടാൻ നമുക്കൊട്ടും സമയമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പാര പോകുന്നുണ്ട്. കുറെ ആളുകൾ അവിടെ വീണ് കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ഇങ്ങനെ വട്ടം കൂടി നിൽപ്പുമുണ്ട്. ഒരു ചെറുപ്പക്കാരനും അതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന ഒരാളിനോട് ചോദിച്ചു, ഇവിടെ എന്നാ സംഭവിച്ചേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ആക്സിഡന്റ് നടന്നു, ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുകയാണ്. അപ്പം അയാൾ വിചാരിച്ചതാ, ഇവിടെ ഒത്തിരി ആളുകളുണ്ടല്ലോ, അവർ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളും എന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയി. രാത്രിയാണ് സമയം. വീട്ടിൽ ചെന്നു. അമ്മ മകനെയും കാത്തവിടെ ഇരിക്കുകയാണ്. അമ്മയോട് ചോദിച്ചു, അപ്പൻ എത്തിയില്ലേ? അമ്മ പറഞ്ഞില്ല, ഇന്ന് വൈകുമെന്ന് തോന്നുന്നു, എത്തിയില്ല. ഇടയ്ക്ക് അങ്ങനെ വൈകുന്നത് പതിവാ. മകൻ പറഞ്ഞു, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വിളമ്പമ്മയെന്ന് പറഞ്ഞു. അമ്മ മകന് ഭക്ഷണം വിളമ്പി. മകൻ ഭക്ഷണത്തിന്റെ പാത്രത്തിൽ കൈയിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോള് വന്നു. അപ്പന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. എവിടെ വെച്ചാന്ന് അവൻ ചോദിച്ചു. ഇന്ന സ്ഥലത്ത് വെച്ചാന്ന് പറഞ്ഞു. ആദ്യം അവനോട് മരിച്ചു എന്ന് പറഞ്ഞില്ല. പിന്നീട് അവന് മനസ്സിലായി, മരിച്ചുവെന്നും മനസ്സിലായി. സ്ഥലം കേട്ടപ്പോൾ അവന് മനസ്സിലായി, ഞാനിപ്പം അതുവഴിയാ വന്നേ. ഞാൻ ആ വണ്ടി ഒരു തവണ നിർത്തിയെങ്കിൽ ഒരു പക്ഷേ അപ്പൻ്റെ ജീവിതം രക്ഷിക്കുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നു. നമ്മളെല്ലാം നമ്മുടേതായ മാത്രം ലോകത്തിൽ ജീവിക്കുകയാണ്. മറ്റുള്ളവനെ ഒന്ന് കരുതുവാനോ മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുവാനോ ഒന്ന് സഹായിക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകുകയാണ്. പലപ്പോഴും സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ എത്ര ലോകമുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടോ അത്രമാത്രം ലോകമുണ്ട് ഇവിടെ. കാരണം നമ്മളെല്ലാം അങ്ങ് ഒതുങ്ങിക്കൂടുക. എൻ്റെ മുറി, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മൊബൈൽ. ആധുനിക തലമുറയുടെ ഒരു ആപ്തവാക്യമാണിത്. എൻ്റെ മുറി, എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ മൊബൈൽ ഫോണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് ഇറങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുകയാണ്. മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് തീരുന്നത്. യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇത് സ്ലീഹന്മാരോട് മാത്രം പറയുന്ന വാക്കുകളല്ല, ക്രിസ്ത്യാനികളെന്ന് അഭിമാനപൂർവം പറയുന്ന, വീമ്പിളക്കി നടക്കുന്ന നമ്മളോടും കൂടി പറയുന്ന വാക്കാണിത്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇല്ലാത്തവന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അന്യന്റെ ജീവിതത്തെ കാണാതെ നമ്മൾ എത്രമാത്രം ധ്യാനപ്രസംഗങ്ങൾ കേട്ടാലും എത്രമാത്രം കുർബാനയിൽ പങ്കെടുത്താലും മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ കൂദാശകൾക്കൊക്കെ എന്താ അർത്ഥമാണുള്ളത്? സത്യത്തിൽ ആരാധന പൂർണ്ണമാകണമെങ്കിൽ മറ്റുള്ളവനെ ഒന്ന് കരുതുവാൻ, ഇല്ലായ്മക്കാരനെ ഒന്ന് കരുതുവാൻ, എല്ലാവരെയും എല്ലാ രീതിയിലും ഒന്നും സഹായിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സഹായമായി തീരുവാൻ ഒരു ചെറിയ പുഞ്ചിരി മതി. ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് യേശു തമ്പുരാന്റെ ജീവിതം ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്ന് ഇടപെടുവാൻ, അവരെ ഒന്ന് സഹായിക്കുവാൻ, അവർക്കൊരു താങ്ങായി മാറുവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുകയുള്ളൂ. രണ്ടാമതായിട്ട് യേശു തമ്പുരാന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, പാപികളെയും ചുങ്കക്കാരെയും സ്നേഹിക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചു. മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 17-ാം വാക്യം, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. യേശു തമ്പുരാൻ പറയുന്ന വാക്കാണിത്. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. യേശു തമ്പുരാൻ സ്നേഹിച്ചത് നീതിമാന്മാരെക്കാൾ അധികമായിട്ട് പാപികളെയാണ്. പാപികളെ മാനസാന്തരപ്പെടണമെന്ന് യേശു തമ്പുരാൻ ആഗ്രഹിച്ചു. യേശു തമ്പുരാൻ പാപികളെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ
കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. നമുക്ക് പാപികളെ ഇഷ്ടമല്ല, എന്നാൽ പാപത്തോട് ചെറിയ താല്പര്യവുമുണ്ട്. ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണിത്. ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ നമുക്ക് പാപികളോട് വെറുപ്പാ, കുറ്റം ചെയ്തവരോട് നമുക്ക് അവജ്ഞയാണ്, അവരെ നമുക്ക് താല്പര്യമേ ഇല്ല. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ പലപ്പോഴും പാപത്തോടൊക്കെ നമുക്ക് ഒരുപാട് താല്പര്യവുമുണ്ട്. എന്നിട്ട് നമ്മൾ പറയും ക്രിസ്ത്യാനികളാണെന്ന്. ഇതാണ് പലപ്പോഴും ആധുനിക ക്രൈസ്തവന്റെ ജീവിതം. പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം ഇതാണ്: സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം കുറ്റവാളികളും പാപികളും ഒക്കെ പെരുകുവാനുള്ള കാരണം എന്താ? നമ്മൾ തന്നെയാണ്. ഒരിക്കലും തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അവൻ നന്നാകണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്ത് വന്നാൽ അവനെ നന്നാക്കാൻ നമ്മൾ സമ്മതിക്കും. ഒരു കൊലപാതകം ചെയ്ത മനുഷ്യൻ ജയിലിൽ കിടന്ന് അവൻ മാനസാന്തരപ്പെട്ടു, അവൻ നന്നായി എന്ന് നമ്മൾ അംഗീകരിക്കുമോ? ദസ്വസ്കി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ മനുഷ്യരുടെ പ്രത്യാശയെ നശിപ്പിച്ചാൽ നിങ്ങൾ മൃഗങ്ങൾക്ക് തുല്യമാകും. നമ്മൾ മറ്റുള്ളവരുടെ പ്രത്യാശയെ നശിപ്പിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റു മനുഷ്യരെ നന്നാവാൻ നമ്മൾ സമ്മതിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ഒന്ന് അടുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? പലപ്പോഴും നമ്മളടങ്ങുന്ന സമൂഹമാണ് പാപികളെ സൃഷ്ടിക്കുന്നത്. മറ്റുള്ളവരെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ സമ്മതിക്കില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു മനുഷ്യൻ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ദേവാലയ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുവാനുമായിട്ട് ശ്രമിച്ചാൽ നമ്മൾ അവനെ മാറ്റി നിർത്തത്തില്ലേ? നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു ശൈലിയും അങ്ങനെയാണ്. അവൻ എത്ര നന്നായാലും കുറ്റവാളി എന്ന് പറഞ്ഞ് അവനെ മുദ്ര കുത്തും, ആ ഒരു ലേബൽ അവന് കൊടുക്കും. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. നമുക്ക് പാപികളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല, മറിച്ച് പാപത്തോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റുമുണ്ട്. പാപികളെ സ്നേഹിക്കുവാനും പാപത്തെ വെറുക്കുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, സ്നേഹമില്ലാത്തതാണ് പ്രശ്നം. കർത്താവിനതുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ക്ഷമയില്ലാത്തതാണ് പ്രശ്നം. ക്ഷമിക്കാൻ നമുക്ക് താല്പര്യമേ ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നൊക്കെ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സഹോദരനെ കുറിച്ചായിരിക്കും പറയുന്നത്, ഇനി അവൻ്റെ വീട്ടിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല. അത്രമാത്രം വൈരാഗ്യമാണ് നമുക്ക്. ക്ഷമിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുകയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, പിതാവാം ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാകുന്നത് ഭയങ്കര കോപിഷ്ഠനായ ഒരു ദൈവമെന്നൊക്കെയാണ്. എന്നാൽ ദൈവത്തിനാണ് നമ്മളെക്കാട്ടി കൂടുതൽ ക്ഷമയുള്ളത്. കാരണം മോശ എന്ന് പറയുന്ന മനുഷ്യൻ വലിയ കോപിയാണെന്ന് പറയുന്നുണ്ട്. ഈ മോശ ദൈവം കൊടുത്ത കൽപ്പനകൾ അത് കൽപ്പലകയിൽ എഴുതിയാണ് കൊടുത്തത്, അത് എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. ഇത് എറിഞ്ഞുടയ്ക്കാനുള്ള കാരണം മോശ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് ഇസ്രായേൽ മക്കള് തങ്ങളുടെ സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുവാനൊക്കെ തുടങ്ങിയെന്നറിയുമ്പോഴാണ് മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ ഉടനെ ചെയ്തത് ഈ കൽപ്പന എഴുതിയ കൽപ്പലകകൾ എറിഞ്ഞ് ഉടയ്ക്കുകയാണ് ചെയ്തത്. ശരിക്കും ദൈവം എഴുതി മോശയ്ക്ക് കൊടുത്ത ഒരു സാധനം അത് നശിപ്പിച്ചപ്പോൾ ദൈവത്തിന് എന്തുമാത്രം ദേഷ്യം വരേണ്ടതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനുണ്ടായ കാര്യം, ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അകത്ത് നല്ല ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, സംഭവമൊക്കെ മനസ്സിലായി. സംഭവം ഇത്രയുമേ ഉള്ളൂ,
ചേട്ടൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരുന്നു. അനിയൻ വന്ന് എന്തൊക്കെയോ ചെയ്തപ്പോൾ ഈ ടൈപ്പ് ചെയ്തത് മുഴുവൻ നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠന് ദേഷ്യം വന്നു. അവൻ അടിച്ചു. തമ്മിൽ ഭയങ്കര ബഹളമായി. എൻ്റെ മനസ്സിലേക്ക് അന്നേരം ഓടിയെത്തിയ ഒരു ചിന്ത ഇതാണ്: ദൈവം തൻ്റെ വിരൽ കൊണ്ടാണ് കൽപ്പലകകളിൽ കൽപ്പന എഴുതിയത്. ഈ വിരൽ കൊണ്ട് ഈ പലകയിൽ, കൽപ്പലകയിൽ കൽപ്പന എഴുതുമ്പോൾ ഒരു 4-5 ആകുമ്പോഴത്തേക്ക് കൈവേദനിച്ചു തുടങ്ങും. 10ാമത്തെയൊക്കെ എഴുതി തീർക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചോര പൊടിയും. അത്രമാത്രം ബുദ്ധിമുട്ടി ദൈവം എഴുതിയ ഈ കൽപ്പനകൾ, ആ കൽപ്പലകകളൊക്കെ മോശ എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോശ വീണ്ടും ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നിട്ട് പറയുമ്പോൾ രണ്ടാമത് വീണ്ടും ദൈവം ഒട്ടും ദേഷ്യപ്പെടാതെ ഇതൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും രണ്ടാമത് എഴുതി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ പകുതി പോലും നമുക്ക് ക്ഷമയില്ല. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ചാർച്ചക്കാരോട്, ബന്ധുമിത്രാദികളോട്, നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരോടൊക്കെ ഒന്ന് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എപ്പോഴും കേസും വഴക്കുമൊക്കെയാണ് നമുക്ക് താല്പര്യം. എന്നാൽ യേശു തമ്പുരാന്റെ ജീവിതം നാം ഒന്ന് പഠിക്കുമ്പോൾ പാപികളെ സ്നേഹിക്കുവാനും പാപത്തെ വെറുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. യേശു തമ്പുരാന്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതാണ്. തമ്പുരാൻ പാപത്തെ വെറുത്തു, പാപികളെ സ്നേഹിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അമ്മയെപ്പോലെ നിർമ്മലതയുള്ള ഒരു മനസ്സിനുടമകളായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. സത്യ അനുതാപമുള്ളവരായിട്ടൊന്ന് തീരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദാവീദ് രാജാവിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ദാവീദ് വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണ്. ഒരു സ്ത്രീക്ക് വേണ്ടി അവളുടെ ഭർത്താവിനെ കൊന്നിട്ട് അവളെ സ്വന്തമാക്കിയവനാണ് ദാവീദ്. എന്നിട്ടും ദൈവം എന്തുകൊണ്ട് ദാവീദിനോട് ക്ഷമിച്ചു? അവൻ അനുതപിച്ച് പ്രാർത്ഥിച്ചു. സത്യ അനുതാപമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് പാപികളെ സ്നേഹിക്കുവാനും പാപത്തെ വെറുക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പാപി എന്ന് അവനെ മുദ്ര കുത്തുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവനെ ഒന്ന് കൊണ്ടുചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ കുറ്റവാളികളും പാപികളുമൊക്കെ പെരുകുന്നതിൻ്റെ മുഖ്യ കാരണം നമ്മൾ തന്നെയാണ്. അവർ നന്നായാലും അവർ മാനസാന്തരപ്പെട്ടാലും അവരെ അംഗീകരിക്കുവാനായിട്ട് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവൻ്റെ ഉള്ളിൽ പ്രത്യാശ ഒരുക്കി കൊടുക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഒരു പാപിയായ മനുഷ്യൻ്റെ കൂടി യേശു തമ്പുരാനിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവനുണ്ടായ മനസ്സിൻ്റെ ആശ്വാസം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പാപിയായ നമ്മോടുകൂടി ദൈവം ഇറങ്ങി വന്ന് ഭക്ഷണം കഴിക്കുവാനിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ മനസ്സിൻ്റെ സുഖം, ആ മനസ്സുഖം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മറ്റു മനുഷ്യരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുവാനല്ല, അവർക്കൊരു ആശ്വാസം നൽകുവാൻ, അവരെ ദൈവത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും ഉണ്ടാകുന്നത്. യേശു തമ്പുരാന്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. യേശു തമ്പുരാനെ കുറിച്ച് പീലാത്തോസിന്റെ ഭാര്യ കൊടുക്കുന്ന ഒരു വിശേഷണമാണിത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, പീലാത്തോസിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ശത്രുപക്ഷത്തുള്ള ഒരാള് യേശു തമ്പുരാനെ വിശേഷിപ്പിക്കുന്നതാണ് നീതിമാനെന്ന്. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്. സത്യത്തിൽ നീതിമാനായ ക്രിസ്തുവിനെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടോ? നീതിമാനായ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടോ? പലപ്പോഴും നീതിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ്. യേശുതമ്പുരാനെ കുറിച്ച് പറയുന്നത്, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത് സ്വർഗീയ മന്ന എന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു. ആ ജീവന്റെ അപ്പത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ അപ്പത്തിന്റെ പങ്കാളികളായിട്ടാണ് നമ്മൾ തീരുന്നത്. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നീതിയുണ്ടോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വർഗീയ മന്ന എന്നാണ്
വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. മന്ന ഇസ്രയേല്യർക്ക് മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ ലഭിച്ച ഭക്ഷണമാണ്. മന്നയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ എന്നാണ് അവർക്ക് ഈ മന്ന ലഭിച്ചത്? മന്ന ലഭിച്ചു തുടങ്ങിയത് മിസ്രൈമിൽ നിന്ന് അവർ കൊള്ളയടിച്ചു കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയപ്പോഴാണ്. ഇസ്രായേൽ മക്കള് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരുന്നുണ്ട്. ഈ ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയ അന്നാണ് അവർക്ക് മന്ന ലഭിച്ചത്. മിസ്രൈം എന്ന് പറയുന്ന പ്രദേശം സാത്താന്റെ പ്രതീകമായിട്ടാണ് പിതാക്കന്മാരെ വിശേഷിപ്പിക്കുന്നത്. ഭറവോനാണ്, സാത്താനാണ് അതിനെ നയിക്കുന്നതും. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത് ഇത് സാത്താന്റെ പ്രദേശമാണ്, സാത്താന്റെ അധികാരത്തിൽ വരുന്ന സ്ഥലമായിട്ട് മിസ്രൈമിനെ പിതാക്കന്മാരെ കാണുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് സാത്താന്റെ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയപ്പോൾ മാത്രമാണ് ഇസ്രായേൽ മക്കൾക്ക് സ്വർഗീയ ഭക്ഷണം ലഭിക്കുന്നത്, മന്ന ലഭിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന മന്ന സ്വീകരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് മിസ്രൈമിന്റെ ഭക്ഷണം ഇല്ലാതാക്കണം. പകയുടെ ഭക്ഷണമാണ്, പകയാണ്, വിദ്വേഷമാണ്, അഹന്തയാണ് മിസ്രൈമിന്റെ ഭക്ഷണം. ആ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ് സ്വർഗീയ മന്നയ്ക്ക് അത് അനുഭവിക്കുവാനുള്ള യോഗ്യത നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ മിസ്രൈമിന്റെ ഭക്ഷണം മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കണം. അഹന്തയും പകയും വിദ്വേഷവും സ്വാർത്ഥതയും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്, മന്നയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ മനുഷ്യർക്ക് എന്തെങ്കിലും ചുമ്മാതെ കിട്ടുമ്പോൾ ഒരുപാട് എടുക്കുന്നൊരു ശീലമുണ്ട്. എന്തെങ്കിലും എവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളൊരു ബോർഡ് കണ്ടാൽ അതിൻ്റെ മുന്നിൽ വലിയൊരു ക്യൂ കാണും എന്ന് പറയുന്ന പോലെയാണ്. മന്ന ചുമ്മാ കിട്ടുന്നതായോണ്ട് എത്ര വേണേലും എടുത്തുകൊള്ളാമെന്നൊരു വിചാരം ഇസ്രായേൽ മക്കളുടെ ഇടയിലും ഉണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത് അവരവരുടെ ആവശ്യത്തിന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നാളത്തേക്ക് സുരിക്കൂട്ടി വെക്കാമെന്ന് ആഗ്രഹിച്ചാൽ അത് ഉപയോഗശൂന്യമായി പോകുമെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭക്ഷണം നീതിയുടെ ഭക്ഷണമാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ട് കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. നമുക്ക് ആ നീതിയുണ്ടോ? സഹോദരന്റെ പോലും അപഹരിച്ചെടുക്കുവാനാണ് നമുക്ക് താല്പര്യം. നമുക്ക് നീതിയുണ്ടോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശാന്തമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നീതിപൂർവം പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ കണക്കിൽ കവിഞ്ഞ് പണമുണ്ടെങ്കിൽ അത് ഇന്നാട്ടിലെ പാവപ്പെട്ടവന് അർഹതപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടോ? പലപ്പോഴും നമ്മുടെ സ്വന്തം കാര്യങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുവാനാണ് നമുക്ക് താല്പര്യം. അപ്പോഴൊക്കെ നീതിയെക്കുറിച്ച് നമ്മൾ മറന്നു പോകുകയാണ്. പലപ്പോഴും ദൈവം നമുക്ക് തരുന്നത് ഇല്ലാത്തവന് നൽകുവാൻ വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് കണക്കിൽ കവിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ മറ്റുള്ളവന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നീതിയുള്ള ജീവിതമായിട്ട് നമ്മൾ മാറുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ നീതിമാന്മാരാണോ? നീതിയുള്ളവരാണോ? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു നീതിമാന്റെ ജീവിതത്തെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ യാക്കോബിനെ കുറിച്ചും ഏശാവിനെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഉപായിയാണ്. ഉപായത്തിലൂടെ സഹോദരന് ലഭിക്കേണ്ടതെല്ലാം അവൻ കൈക്കലാക്കി. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അവൻ ഓടിപ്പോകുകയാണ്. കുറെ കാലം ലാബാന്റെ ഭവനത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാളുകൾക്ക് ശേഷം ഈ ജ്യേഷ്ഠനും അനിയനും കൂടെ കണ്ടുമുട്ടുന്നുണ്ട്. യാക്കോബും ഏശാവും കൂടി കണ്ടുമുട്ടുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 33-ാം അധ്യായത്തിൽ അത് വിവരിക്കുന്നുണ്ട്. ജ്യേഷ്ഠനെ കാണാനായിട്ട് പോകുമ്പോൾ യാക്കോബ് അന്നും ഉപായിയ. ജ്യേഷ്ഠനെ ഒന്ന് പ്രീതിപ്പെടുത്താനായിട്ട് യാക്കോബ് ചെയ്യുന്നത് കുറെ അധികം സമ്പത്തിനെയും സ്വത്തിനെയും കൊണ്ടാണ് പോകുന്നത്. അന്നത്തെ സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ ആടുമാടുകളും മൃഗസമ്പത്തും ഒക്കെയാണ്. അപ്പൊ ജ്യേഷ്ഠനെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് യാക്കോബ് ഒന്ന് പ്രലോഭിപ്പിക്കുവാനായിട്ട് യാക്കോബ് അനേകം സ്വത്തും സമ്പത്തുമായിട്ടൊക്കെയാണ് ജ്യേഷ്ഠനെ എതിരേൽക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ
ഇതെല്ലാം എടുത്തോളാനായിട്ട് ഉള്ള മട്ടിലാണ് യാക്കോബ് ഏശാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഏശാവ് പറയും, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഏശാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏശാവ് യാക്കോബിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അവനെ ചുംബിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ. അപ്പോൾ യാക്കോബ് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: നിന്റെ മുഖം കണ്ടപ്പോൾ ദൈവത്തിന്റെ മുഖം പോലെ എനിക്ക് തോന്നി. ഏശാവിനോട് സഹോദരനായ യാക്കോബ് പറയുന്ന വാക്കാണ്, നിന്റെ മുഖം കണ്ടപ്പോൾ ദൈവത്തിന്റെ മുഖം പോലെ എനിക്ക് തോന്നി. ഏശാവിൽ നിന്ന് യാക്കോബ് എല്ലാം അപഹരിച്ചെടുത്തവനാ. നമ്മളാണെങ്കിൽ ഒരു കേസ് കൂടി കൊടുത്തിട്ടേ കാണാനായിട്ട് പോകുകയുള്ളൂ. എന്നാൽ ഏശാവ് പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, എല്ലാം നീ എടുത്തോ. അത് പറഞ്ഞതിന് ശേഷം, സ്നേഹത്തോടുകൂടി യാക്കോബിനെ ചുംബിച്ചതിനു ശേഷം യാക്കോബ് സഹോദരനോട് പറയുന്ന വാക്കാണ്, നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു മനുഷ്യന് ഇതിലും വലിയൊരു കോംപ്ലിമെന്റ് കിട്ടാനുണ്ടോ? നമ്മളോട് ഇങ്ങനെ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജീവിക്കുന്ന കാലം നമ്മൾ കോടതിയുടെ വരാന്തയിലാണ്. നമുക്കുള്ളത് സഹോദരന്മാരൊക്കെ തമ്മിൽ ഇന്ന് സ്വത്ത് തർക്കമല്ലേ ഉള്ളത്. പലപ്പോഴും ഈ നീതിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏശാവിനെ നീതിമാനെന്നൊക്കെ തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഇടർച്ചയാണ് അവൻ ഒഴിവാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? ശാന്തമായിട്ട് നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ പാപത്തെ ഓർത്തുനിന്ന് കരയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അനുതാപ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ നീതിപൂർവം ഇടപെടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവൻ്റെ നമ്മൾ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം, അത് ഞാൻ തിരികെ നൽകും. അന്യൻ അവകാശപ്പെട്ടത് ഞാൻ എൻ്റേതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പണ്ടൊരിക്കൽ ഒരു വീട്ടിൽ കൺവെൻഷൻ പ്രസംഗത്തിന് പോയി. വലിയൊരു വീടാണ്, നോമ്പ് കാല കോണർ കൺവെൻഷനാണ്. ആ വീട്ടിൽ ചെന്ന് കുറേ അധികം യാത്ര ചെയ്താണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് ഈ വീടിൻ്റെ ടോയ്ലറ്റ് എവിടെയാണ്? അവരെന്നെ ടോയ്ലറ്റ് കാണിച്ചു തന്നു. ഞാൻ ആ ഡോറ് തുറന്ന് ടോയ്ലറ്റിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എൻ്റെ ബെഡ്റൂമിനേക്കാളും വലിയൊരു ടോയ്ലറ്റ്. ഞാൻ വിചാരിച്ചു, ദൈവമേ, മിക്കവാറും ഒരു സാധാരണ വീട് പണിയാനുള്ള പൈസയാണ് ഈ ഒരു ബാത്റൂം പണിയാൻ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലിയൊക്കെ എങ്ങനെയാണ്? മറ്റുള്ളവന് അവകാശപ്പെട്ടത് കൂടി നമ്മളാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവന് അവകാശപ്പെട്ടത് അവന് തിരികെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും അന്യൻ്റെ അപഹരിച്ച് എടുക്കുന്നതിലാണ് നമുക്ക് താല്പര്യം. സക്കായി അതാണ് ചെയ്തത്. 4 മടങ്ങ് തിരിച്ചു കൊടുത്തോളാമെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവൻ്റെ കൂടെ ഒന്നിരുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്ന് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ ശാന്തത നമ്മിൽ നിന്ന് കൈമോശം ഭവിച്ചു പോകുകയാണ്. വീണ്ടും 4ാമത് യേശുവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2-ാം അധ്യായത്തിൽ യേശുതമ്പുരാൻ ദൈവമാതാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് അറൈവ്ഡ്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ നാഴികയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടോ? പലപ്പോഴും ഇന്നോ നാളെയോ മരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും ഒരു വിചാരമില്ല. യേശുതമ്പുരാൻ കല്യാണ വീട്ടിൽ വെച്ച് പറയുന്ന വാക്കാണ്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് മരണനാഴികയെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴും മരണത്തെക്കുറിച്ചൊന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് സുന്ദരമാണ്.
ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുർബാന ക്രമത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എപ്പോഴും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം മരണമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മരണമുണ്ട്, ഓർക്കണം. പലപ്പോഴും ഈ ഒരു വിചാരം നമുക്കില്ല. പണ്ട് ഒരച്ഛൻ പ്രസംഗിച്ചപ്പോൾ കേട്ടതാണ്, 80 വയസ്സായ അമ്മച്ചിക്ക് സങ്കടം ഇത്രയേ ഉള്ളൂ, കൊച്ചുമകൻ്റെ കാലം കഴിഞ്ഞാൽ ആരാ എന്നെ നോക്കുന്നത്, ഇന്നോ നാളെയോ മരിക്കുമെന്നുള്ളൊരു വിചാരം നമുക്കില്ല. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇന്നോ നാളെയോ മരിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ ആരോടെങ്കിലും വഴക്കിടാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ഒരു സന്യാസി പ്രസംഗിക്കുകയാണ്. സന്യാസി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ സന്യാസിയോട് വന്ന് ചോദിക്കുകയാണ്, ഈ പ്രയാസമുള്ള ലോകത്തിൽ അങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നത്? അപ്പൊ സന്യാസി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇന്നോ നാളെയോ മരിക്കും, നീ ഇന്നോ നാളെയോ മരിക്കും. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് ആ മനുഷ്യൻ സന്യാസിയുടെ മുമ്പിൽ നിന്ന് ഓടുകയാണ്. പറഞ്ഞു തീർക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. സന്യാസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, നീ ഇന്നോ നാളെയോ മരിക്കും. കാരണം ഈ സന്യാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സിദ്ധനാ. പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. നീ ഇന്നോ നാളെയോ മരിക്കും. ആ മനുഷ്യൻ വിചാരിച്ചു, 3-ാമത്തെ ദിവസം എന്തായാലും ഞാൻ ഈ ലോകത്തിൽ കാണത്തില്ല. കാരണം അദ്ദേഹം അത്രയ്ക്ക് വിശ്വസിച്ചു. ആ സന്യാസി പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വിശ്വസിച്ചു. മനുഷ്യൻ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുകയാണ്. ഓടിപ്പോകുമ്പോൾ പോകുന്ന വഴിക്ക് സഹോദരൻ്റെ വീടുണ്ട്. ഒത്തിരി കാലമായി ആ വീട്ടിലേക്ക് പോയിട്ട് പിണക്കമാണ്. ആ വീട്ടിലേക്ക് കയറിയിട്ട് സഹോദരനോട് പറയുന്നുണ്ട്, എനിക്കിനിയും സ്വത്തൊന്നും വേണ്ട, നീ എടുത്തു. സഹോദരൻ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച കൂടെ കോടതിയിൽ ഈ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാ, ഇപ്പം എന്തു പറ്റി? ആ വീട്ടിൽ നിന്ന് അവനോട് എല്ലാം പറഞ്ഞ് രമ്യപ്പെട്ടിറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടു. അന്നേരം ഓർത്തെ ഭാര്യ കുറേ കാലമായിട്ട് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അവിടെ കയറി ഭാര്യയ്ക്ക് ഒരു സാരിയും മക്കൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്തായാലും അവിടെ കയറിയതല്ലേ എന്ന് വിചാരിച്ച ആ മനുഷ്യൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും വാങ്ങിക്കുന്നുണ്ട്. അതും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. വന്നപ്പോഴേ ഏകദേശം ഉച്ചയായി. ഉച്ച സമയത്ത് അവിടെ വന്നിട്ട് ഈ മനുഷ്യൻ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ 7 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ശീലം പണ്ട് നമുക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് വെട്ടിക്കുറച്ച് 2ആക്കി. ഈ മനുഷ്യൻ ഉച്ചയുടെ നമസ്കാരം, യാമപ്രാർത്ഥന, കുടുംബാരാധന ക്രമമൊക്കെ എടുത്തിട്ട് ഉച്ചയുടെ നമസ്കാരം പ്രാർത്ഥിക്കുക. കാരണം ഇനി ഇത്ര നിമിഷം കൂടെ ഉള്ളൂ, സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറച്ചേലും പ്രാർത്ഥിക്കണ്ടേ. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ഭാര്യ അന്താളിച്ച് നിൽക്കുക. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഈ മനുഷ്യൻ പറയാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇന്ന് ആരും പറയാതെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, ചോറ് വിളമ്പ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഭക്ഷണമാണെന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും ആരോടെങ്കിലും വല്ല പിണക്കമുണ്ടോ എന്ന് മനുഷ്യൻ ആലോചിക്കുകയാണ്. അങ്ങനെ ആരോടൊക്കെ ഈ മനുഷ്യന് പിണക്കമുണ്ടോ അവരോടെല്ലാം രമ്യതയുടെ അനുഭവത്തിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരികയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം രാത്രി എത്തി. സന്യാസി പറഞ്ഞേക്കുന്നത് ഇന്നോ നാളെയോ നീ മരിക്കും, മിക്കവാറും ഈ ദിവസം കൂടെ ഉള്ളൂ, ഈ രാത്രി കൂടെ ഉള്ളൂ. ആ മനുഷ്യൻ ഉറപ്പിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ യാമങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് താനും. വൈകിട്ടത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് ശുദ്ധിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ മനുഷ്യൻ അന്ന് വാങ്ങിച്ചു വെച്ച വെള്ള ഷർട്ടും വെള്ള മുണ്ടുമെടുത്ത് കട്ടിലേ കിടക്കുക. ഭാര്യയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങാണ്ട് പോകാൻ ഒരുങ്ങിയതാണെന്ന് അവർ വിചാരിച്ച് ഉറങ്ങാനായിട്ട് വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് കിടക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ വാച്ചിൽ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിചാരമുണ്ട്, മിക്കവാറും 12 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം തീരും,
അവസാനിക്കാൻ പോവുകയാണ്. 11 മണിക്കും 11:15 11:30 ഈ മനുഷ്യൻ വാച്ച് നോക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി പോകും. 12 മണി വരെ നോക്കിയിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ രാവിലെ ഞെട്ടി എണ്ണീറ്റിട്ട് നോക്കുന്നുണ്ട്, ജീവനുണ്ടോ. കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെന്ന് നിന്ന് നോക്കുന്നുണ്ട്, എനിക്ക് ജീവനുണ്ടോ. ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി അന്ന് പ്രസംഗം കേട്ട ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ ആ സന്യാസിയെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കള്ളനാ, നിങ്ങളല്ലേ പറഞ്ഞത് ഇന്നോ നാളെയോ ഞാൻ മരിക്കും, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ കള്ളനാ. സന്യാസി പറഞ്ഞു, ഞാൻ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് നീ എന്തിനാ പോയേ. മനുഷ്യനൊന്നും തിരിച്ച് പറയാനായിട്ട് പറ്റിയില്ല. സന്യാസി പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഇന്നോ നാളെയോ മരിക്കുമെന്ന് നീ ഒന്ന് വിചാരിച്ചു നോക്ക്. ഇന്നോ നാളെയോ മരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നാം ഒന്ന് ജീവിച്ചു നോക്ക്. നമ്മുടെ ജീവിതം എന്ത് സുന്ദരമാകും. സത്യമായിട്ടും മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഇന്നോ നാളെയോ മരിക്കുമെന്നൊരു വിചാരമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് വഴക്കിടുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരോട് ഈർഷ്യയുടെ അനുഭവത്തിലായിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇന്നോ നാളെയോ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടാനുള്ളവരാ. അതുകൊണ്ട് ആ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുതമ്പുരാന്റെ ജീവിതത്തിന്റെ 4ാമത്തെ പ്രത്യേകത, അദ്ദേഹം മരണത്തെ സ്വപ്നം കാണുവാൻ ക്രിസ്തുവിന് സാധിച്ചു. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കല്യാണ വീട്ടിൽ പോകുമ്പോൾ നമുക്കാർക്കെങ്കിലും മരണത്തെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് പറ്റുമോ? നമ്മിൽ നിന്ന് ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് ഇതാണ്. യേശുതമ്പുരാൻ സ്വപ്നം കണ്ടത് മരണത്തെയാണ്. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് തെളിച്ചമുണ്ടാകും. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന് തെളിച്ചമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ എപ്പോഴും കലങ്ങി മറഞ്ഞൊരു ജീവിതമാണ് നമുക്കുള്ളത്. തെളിച്ചത്തിൻ്റെ അനുഭവത്തിലായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇവിടെ കത്തുന്ന ഈ എണ്ണ നല്ല തീ കത്തണമെങ്കിൽ, നന്നായിട്ട് ആ തീ കത്തണമെങ്കിൽ എണ്ണ തെളിച്ചമുള്ള എണ്ണയാവണം. എണ്ണയ്ക്ക് തെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ, എണ്ണയ്ക്ക് പ്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിളക്ക് നന്നായിട്ട് കത്തി പ്രകാശിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞത്, ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നിലവിളക്കിന് ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിച്ചമുള്ള ഒലിവെണ്ണ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. ദൈവം മോശയോട് പറഞ്ഞതാണ്, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിച്ചമുള്ള ഒലിവെണ്ണ കൊണ്ടുവരുവാൻ കൽപ്പിക്കുക. യേശുതമ്പുരാന്റെ ജീവിതം എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 4 ഗുണങ്ങളെയും, ഞാനിപ്പോൾ പറഞ്ഞ 4 ഗുണങ്ങളും ഈ ഒറ്റ വാക്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇടിച്ചെടുത്ത തെളിച്ചമുള്ള ഒലിവെണ്ണ. ഇടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടതകളെ അത് സൂചിപ്പിക്കുന്നത്. ഒലിവെണ്ണ ഇടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒലിവെണ്ണ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ശുദ്ധമായ എണ്ണ തരുന്നത്. തെളിച്ചമുള്ള ഒലിവെണ്ണയാകണം. കലങ്ങിയ എണ്ണയിൽ തിരി കത്തില്ല. തീ കത്തണമെങ്കിൽ തെളിച്ചമുള്ള എണ്ണ വേണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യം പ്രകാശിക്കുന്ന വിളക്കുകളായി തീരണമെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യം പ്രകാശിക്കുന്ന പ്രകാശഗോപുരങ്ങളായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തെളിച്ചമുണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തെളിച്ചത്തിന്റെ, പ്യൂരിറ്റിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദി ഒലിവ് മസ്റ്റ് ബി പ്യുവർ. പരിശുദ്ധിയുള്ള ഒലിവെണ്ണകളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിത്യം പ്രകാശിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഒരിക്കല് ബുദ്ധനും ആനന്ദനും കൂടി യാത്ര ചെയ്യുകയാണ്. ബുദ്ധന്റെ ശിഷ്യനാണ് ആനന്ദൻ. ബുദ്ധന് നന്നേ പ്രായമായി.
കുറേ ദൂരം യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ക്ഷീണിച്ചു, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം വേണം. ആനന്ദൻ പറഞ്ഞു, ഇവിടെ അടുത്തെങ്ങും അരുവിയുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആനന്ദൻ അവിടെ നിന്ന് പോകുകയാണ്. കുറേ ദൂരം നടന്ന് ഒരു അരുവിയൊക്കെ കണ്ടെത്തി. ഈ മനുഷ്യൻ അരുവിയിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞു. രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ച് വെള്ളമെടുക്കാനായിട്ട് കുനിഞ്ഞു. കുനിഞ്ഞ് വെള്ളമെടുത്തപ്പോഴേക്കും ഒരു കാള അതുവഴി വന്നു. കാള വന്നിട്ട് ഈ വെള്ളത്തെ മുഴുവൻ കലക്കി കളഞ്ഞു. അപ്പം അത് കലങ്ങിയ വെള്ളമായി മാറി, കുടിക്കാൻ കൊള്ളില്ല. തിരിച്ച് ബുദ്ധൻ്റെ അരികിലേക്ക് വന്നിട്ട് ബുദ്ധനോട് പറയുകയാണ്, ഞാൻ വെള്ളം എടുക്കാൻ പോയി, വെള്ളം കണ്ടെത്തി, പക്ഷെങ്കിൽ ഞാനത് എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഒരു കാള അതുവഴി വന്നു, വെള്ളം കലക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. 5 മിനിറ്റത്തേക്ക് ബുദ്ധനൊന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന ആനന്ദനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കുറച്ചു നേരം നീ ആ തീരത്തിരുന്നെങ്കിൽ ആ വെള്ളം തെളിച്ചമുള്ളതായേനെ. ശാന്തമായിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല എന്ന് ബുദ്ധൻ ആനന്ദനോട് പറയുകയാണ്. നമ്മുടെ മനസ്സ് ശാന്തതയില്ലാത്ത മനസ്സാണെങ്കിൽ, സമാധാനമില്ലാത്ത മനസ്സാണെങ്കിൽ, കലങ്ങിയ മനസ്സാണെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കുറച്ചു നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് നാം ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം തെളിച്ചമുള്ള ജീവിതമായിട്ട് മാറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല എന്നാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉദാഹരണം ഞാൻ പറയാം. 10ാം ക്ലാസ്സിൻ്റെയും 11ാം ക്ലാസ്സിൻ്റെയും ഒക്കെ റിസൾട്ട് വരുമ്പോൾ കുറേ കുട്ടികളൊക്കെ തോക്കുമല്ലോ. ഇപ്പം തോൽവി കുറവാണെങ്കിൽ പോലും കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് തോക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയെങ്ങാണൊന്ന് തോറ്റു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, തോറ്റൊന്ന് നേരത്തെ അറിയും, എന്നിട്ടും ആ വീട്ടിലൊന്ന് ചെല്ലും. വീട്ടിലൊന്ന് ചെന്നിട്ട് അവരോട് ചോദിക്കും, റിസൾട്ടൊക്കെ അറിഞ്ഞോ? അപ്പോൾ അവർ അത്ര കൃത്യമായിട്ടൊന്നും മറുപടി പറയത്തില്ല. പറയാത്തപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കും. നമുക്കറിയാം ആ പയ്യൻ തോറ്റുപോയെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കും, ഇതിങ്ങനെയാണോ? തോറ്റു എന്നൊക്കെ കേട്ടു, ശരിയാണോ? മറ്റുള്ളവനെ ആശ്വസിപ്പിക്കുവാനല്ല, മറിച്ച് ആശ്വസിപ്പിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ മറ്റുള്ളവനെ വേദനിപ്പിക്കുവാനും കുത്തി നോവിക്കുവാനുമാണ് നമുക്ക് താല്പര്യം. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ക്ഷമിക്കുവാൻ നമുക്ക് താല്പര്യമില്ല. മറ്റുള്ളവനോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ശാന്തമായിട്ട് ഇടപെടുവാൻ നമുക്ക് സാധിക്കുന്നില്ല. യേശു തമ്പുരാന്റെ ജീവിതത്തിൽ കർത്താവിനെ വിധിക്കുവാനായിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോഴും വളരെ ശാന്തമായിട്ട് നിൽക്കുവാനാണ് യേശു തമ്പുരാന് സാധിച്ചത്. ഈ ശാന്തത നമുക്കുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പൊട്ടിത്തെറിക്കുവാനാണ് നമുക്ക് താല്പര്യം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടുന്നത്? ഒരിക്കൽ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് താല്പര്യമാണ്. ഏറ്റവും കൂടുതൽ താല്പര്യം ബാലരമ വായിക്കാനാണ്. ഒരിക്കൽ ബാലരമ വായിച്ചപ്പോൾ അതിനകത്തൊരു കഥയുണ്ടായിരുന്നു. ആ കഥയിൽ സന്യാസിമാരുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വീണ്ടും ഒരു സന്യാസി, ഈ സന്യാസിയുടെ അരികിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും വന്നിട്ട് ഇദ്ദേഹത്തോട് ഭാര്യ പറയുകയാണ്, ഈ മനുഷ്യനൊരു കുഴപ്പമുണ്ട്. അപ്പം സന്യാസി ചോദിച്ചു, എന്താ പ്രശ്നം? ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ തന്നെ പറയുകയാണ്, ഇദ്ദേഹം എന്നാ സംസാരിച്ചാലും എന്നോട് ദേഷ്യപ്പെട്ടേ സംസാരിക്കുകയുള്ളൂ. എന്നോട് സ്നേഹപൂർണ്ണം ഒന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. ശാന്തമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ഭാര്യ പരാതി പറയുകയാണ്. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ദിവസം ഇവിടെ താമസിക്കും, 2-3 ദിവസം ഇവിടെ താമസിക്കും, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മുറിയിലേക്ക് പോയിട്ട് ഒരു കൈ നിറച്ച് ആണി എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് കൊടുത്തു, ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു,
ഇനിയും നിങ്ങളുടെ ഭർത്താവ് എപ്പം നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും ഇതിലൊരാണി എടുത്തിട്ട് ഭിത്തിയിൽ തറച്ചോണമെന്ന് പറഞ്ഞു. അത് തറയ്ക്കേണ്ട സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. ഓരോ ദിവസവും ഓരോ ഭാഗത്ത് ഈ ആണി അടിക്കണമെന്ന് പറഞ്ഞു. ഭർത്താവ് സമ്മതിച്ചു, തലയാട്ടി. അവരുടെ മുറിയിലേക്ക്, അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത മുറിയിലേക്ക് പോയി. അന്ന് വൈകിട്ട് ഈ മനുഷ്യൻ, ആ ആശ്രമത്തിലുള്ള മനുഷ്യൻ, സന്യാസി, അദ്ദേഹം ഈ ദമ്പതികളുടെ മുറിയിലേക്ക് വന്നിട്ട് അവിടെ വന്ന് ഈ ആണി അടിക്കുന്ന സ്ഥലം നോക്കിയപ്പോഴും ഏകദേശം 7-8 മണിക്കൂർ കൊണ്ട് ഒരു 10-15 ആണി ഇങ്ങനെ നിരത്തി അടിച്ചു വച്ചേക്കുകയാണ്. സന്യാസി അന്താളിച്ചു പോയി. കാരണം ഇത്ര നേരം കൊണ്ട് ഇത്ര അധികം എന്ത് ദേഷ്യപ്പെടാനാണ് ഉള്ളത്? വീട്ടിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാണെങ്കിലും ദേഷ്യപ്പെടാം. ഇവിടെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലും പറയണ്ട. സന്യാസിയുടെ മുമ്പിൽ ഒന്നും പറയാനാവാതെ ഈ ഭർത്താവ് ഇങ്ങനെ നിൽക്കുകയാണ്. സന്യാസി പറഞ്ഞു, നാളെ ഇത്രയും പാടില്ല, ഇത്രയും ദേഷ്യപ്പെടാനായിട്ട് പാടില്ല. അദ്ദേഹം തലകുലിക്ക് സമ്മതിച്ചു. പിറ്റേ ദിവസമായി ഇദ്ദേഹം വീണ്ടും ആ മുറിയിലേക്ക് വരികയാണ്. ഏകദേശം ഒരു 10 ആണിയൊക്കെ ഇങ്ങനെ നിരത്തി അടിച്ചു വച്ചേക്കുക. വലിയ കുറവൊന്നുമില്ല. എന്നാൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. ആ ആശ്രമത്തിന്റെ ചിട്ടയിൽ വളർന്നതുകൊണ്ടാവാം. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സന്യാസി അവിടേക്ക് കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ അന്ന് അലോട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗത്ത് ഒരു 2 ആണിയൊക്കെ ഉള്ളൂ. അപ്പൊ സന്യാസി ആ ഭർത്താവിനോട് ചോദിച്ചു, ഇത് 2 മാറ്റി 1 ആക്കിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, ശ്രമിക്കാം. പിറ്റേ ദിവസമായി പറഞ്ഞതുപോലെ ചെയ്തു. 2 ആണി എന്നുള്ളതിൽ നിന്ന് മാറ്റി 1 ആക്കി. പിറ്റേ ദിവസം അന്ന് വന്ന് സന്യാസി പറഞ്ഞു, എന്തിനാ ഈ 1 മാത്രമായിട്ട്? എന്നാ പിന്നെ അതുകൂടെ അങ്ങ് മാറ്റിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 2 ദിവസത്തെ സമയം വേണം. 2 ദിവസം താമസിക്കാൻ വന്നതാ. വീണ്ടും പറയുകയാണ്, എനിക്കൊരു 2 ദിവസത്തെ സമയം വേണം. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ സന്യാസി അവിടെ കടന്നു വന്നു. ആ മനുഷ്യന്റെ മുറിയിലേക്ക് കടന്നു വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം അന്ന് ആണിയൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, ഇപ്പൊ പ്രശ്നമെല്ലാം കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോകാം, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെടത്തില്ല എന്ന് ഭാര്യയോടും പറഞ്ഞു. അപ്പം പോകാനായിട്ട് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ സന്യാസി പറയുക, ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ഇത്ര ആണി അവിടെ അടിച്ചു വെച്ചിട്ടില്ലേ, അത് മുഴുവനൊന്ന് തിരിച്ചിളക്കി തരാമോ എന്ന് ചോദിച്ചു. ഒരു ചുറ്റികയും കൊടുത്തു. ഈ മനുഷ്യൻ അത് മുഴുവൻ തിരിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ഇളക്കി സന്യാസിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. സന്യാസി അപ്പോൾ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആണി അടിച്ച ഭാഗത്തോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇപ്പൊ അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ ആണി അടിക്കുന്നതിന് മുമ്പ് വളരെ നല്ലൊരു പ്രതലമായിരുന്നു അത്. നിങ്ങൾ ആണി അടിച്ചതിന് ശേഷം അവിടെ വിള്ളലുകൾ സംഭവിച്ചു. ഇതുപോലെയാണ് മറ്റു മനുഷ്യരോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, മറ്റു മനുഷ്യരെ നമ്മൾ കുത്തി നോവിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ ഇതുപോലുള്ള വിള്ളലുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധവാന്മാരല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ലോകത്തിൽ എത്ര ലോകമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ടോ അത്രമാത്രം ലോകം ഇവിടെയുണ്ട്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ മാത്രം ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ 4 പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായിട്ട് യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. മറ്റുള്ളവനെ ഒന്ന് കരുതുവാനുള്ള കാഴ്ചപ്പാട്, മനസാക്ഷി നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവൻ്റെ വേദനയിൽ അവനെ ഒന്ന് സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ പറയുന്നത്, ഞാൻ പാപികളെയും ചുങ്കക്കാരെയുമാണ് സ്നേഹിക്കുന്നത്. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ തേടിയാണ് വന്നത്. പാപത്തെ വെറുക്കുവാനും പാപികളെ സ്നേഹിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് നമ്മോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്, പീലാത്തോസിന്റെ ഭാര്യ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്, നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നീതിയുണ്ടോ? ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് പറഞ്ഞത്, യേശു തമ്പുരാന്
ഉണ്ടായിരുന്ന അവസാനത്തെ പ്രത്യേകത, തൻ്റെ നാഴികയെക്കുറിച്ച് യേശു തമ്പുരാൻ ബോധവാനായിരുന്നു. കല്യാണ വീട്ടിൽ പോകുമ്പോഴേ കർത്താവ് പറയുന്നത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് അറൈവ്ഡ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് സ്വപ്നം കണ്ട് മറ്റുള്ളവരെ സഹായിച്ച് ഒന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3 നോമ്പിൻ്റെയും വലിയ നോമ്പിൻ്റെയും ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വീട്ടിൽ കഞ്ഞി വെക്കാൻ വകയുണ്ടോ എന്നറിയുന്നതാണ് ഏറ്റവും വലിയ നോമ്പ്. രാവിലെ നമ്മൾ ഉപവസിക്കുമ്പോൾ ഒന്ന് നോക്കണം, അടുത്ത വീട്ടിൽ ഉച്ചക്കത്തേക്ക് തീ പുകയുന്നുണ്ടോ എന്നും നോക്കണം. ഇല്ല എങ്കിൽ അവർക്ക് അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥ നോമ്പ്. ആ നോമ്പിൻ്റെ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അദ്ദേഹം പറയുന്ന വാക്കിങ്ങനെയാണ്, 2 കൈകളും വിരിച്ചിട്ട് സകലതും പൂർത്തിയായി എന്ന് യേശുതമ്പുരാൻ പറയുന്നുണ്ട്, നിവൃത്തിയായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ലോകത്തിൻ്റെ കണ്ണിൽ എല്ലാം നേടിയ മറ്റൊരു മനുഷ്യനുണ്ട്, അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ പറയുന്നത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ 2 കൈകളും ശവപ്പെട്ടിയുടെ 2 ഭാഗത്തേക്കാക്കി ഇടണം, കാരണം ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകം അറിയണം. യേശുതമ്പുരാന്റെ ജീവിതം പൂർണ്ണതയുള്ള ജീവിതമായതിൻ്റെ കാരണം ഇതൊക്കെയാണ്. കർത്താവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ക്രിസ്തു സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.